നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിൻ്റെ അടുത്ത മത്സരം നാളെ ഇക്വഡോറിനെതിരെയാണ്. നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 4:30 ആ കളി. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാർക്കിന്യോസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം വലിയ സന്തോഷത്തിലാണ്. സ്വാഭാവികം, കാരണം യുവേഫ ചാമ്പ്യൻസ് ലീഗ് അടിച്ചുള്ള വരവാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ആഞ്ചലോട്ടിയുടെ വരവിനെക്കുറിച്ച്, ബ്രസീൽ ടീമിലെ മാറ്റത്തെക്കുറിച്ച് ചോദിക്കേണ്ടായി. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക. നിങ്ങൾക്കതിപ്പോൾ കാണാമല്ലോ, ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടുകൂടെ കോച്ചിൻ്റെ വരവോടുകൂടി, കാർലോയുടെ വരവോടുകൂടി വലിയൊരു എനർജിയാണ് ടീമിലേക്ക് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കമാണിത്. സംതിങ് ന്യൂ ഈസ് കമ്മിങ് എന്നൊരു തോന്നലാണ് എല്ലാവർക്കും ഉള്ളത്. ശരിയാണ്, ഇതൊരു ഷോർട്ട് പീരീഡാണ്, വേൾഡ് കപ്പിനുള്ളൊരു ഷോർട്ട് പീരീഡാണ്. ഈ എനർജി അത് തുടരുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയട്ടെ, ഇത് ഒരു സ്റ്റാർട്ട് മാത്രമാണ്, തുടക്കം മാത്രമാണ്. ഇനി ഇതിൻ്റെ റിസൾട്ട് കാണേണ്ടത് ഞങ്ങൾ കളിക്കളത്തിൽ എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. എല്ലാവരും റിസൾട്ടിന് വേണ്ടി പോരടിക്കാൻ വേണ്ടി തയ്യാറാണ്. ഞങ്ങൾ വിജയിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മാറും എന്നും നന്നായിട്ടറിയാം. ഫാൻസ് കൂടെ നിൽക്കണം, പിന്നെ പ്രസ് കൂടെ ഉണ്ട്. ഇതൊരു സ്റ്റാർട്ടാണ്, ഒരു വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്ന സ്റ്റാർട്ടാണ്. ഈ എനർജി മുന്നോട്ട് കൊണ്ടുപോവുക, കളിക്കളത്തിൽ നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അതാണിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി മാർക്കിന്യോസ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞൊരു വർഷത്തിന് മുമ്പ് PSG കാര്യങ്ങൾ നല്ല രൂപത്തിലേക്ക് മാറി, പുതിയ കോച്ച് വന്നു, എല്ലാം നല്ല രൂപത്തിലേക്ക് മാറി. അതുപോലുള്ളൊരു ചേഞ്ച് ബ്രസീൽ ടീമിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാം അനുകൂലമായിട്ടും മാറും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഫീല്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായി വന്നപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കളിക്കാർക്കൊന്നും മാറ്റമില്ലെന്നേ. ഇതേ കളിക്കാരൊക്കെ തന്നെയാണ് നേരത്തെ ഡൊറിവാൾ ജൂനിയറും ഫെർണാണ്ടോ ഡിനിസും ഒക്കെ ഉപയോഗപ്പെടുത്തിയത്. പക്ഷേ കോച്ച് വരുമ്പോൾ, ആഞ്ചലോട്ടിയെ പോലുള്ള ഒരാൾ വരുമ്പോൾ അതിൻ്റെ ഒരു എനർജി വേറെയാണ്. സംതിങ് ന്യൂ ഈസ് കമ്മിങ് എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. അത് കളിക്കളത്തിലും ചെയ്ത് കാണിക്കാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് മാർക്കിന്യോസ് ഉള്ളത്. ബ്രസീലിയൻ ആരാധകരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.